അപ്പോഴായിരിക്കും പൈലറ്റിന്റെ അനൗൺസ്മെന്റ് വരുന്നത്. ഫ്ലൈറ്റിലെ കുഴപ്പങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി ബാത്റൂമിൽ പോകേണ്ടവർക്ക് പോകാം, ആര് സീറ്റിൽ തന്നെ ഇരിക്കേണ്ടതില്ല, എല്ലാം സോൾവ് ആയിരുന്നു. ഇതെങ്ങനെ പറ്റിയെന്ന് ഹീറോയിന് മനസ്സിലാവില്ല. കുട്ടിയെ സെർച്ച് ചെയ്യാന്നല്ല പൈലറ്റ് പറഞ്ഞ്, എന്നിട്ടിപ്പോ പാസഞ്ചേഴ്സിനോടൊക്കെ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് ആ സെർച്ചിങ് നിർത്തിയെന്നും ചോദിച്ചിട്ട് ഹീറോയിൻ നേരെ പൈലറ്റിന്റെ അടുത്തേക്ക് ചെല്ല വഴക്കമുണ്ടാക്കുന്നുണ്ട്. അപ്പൊ പൈലറ്റ് പറയും, ഇനി സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മകൾ മരിച്ചു കഴിഞ്ഞെന്ന്. ഹീറോയിൻ അത് വലിയ ഷോക്കായിരിക്കും. അവൾ ആകെ തരിച്ചു പോവാ. വിതുമ്പി അവൾ ചോദിക്കും, എന്റെ മോളുടെ ബോഡി നിങ്ങൾക്ക് കിട്ടിയോന്ന്. അപ്പൊ പൈലറ്റ്, അതുകൊണ്ടല്ല, എന്റെ കൂടെ വരുമെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയി ഇവളെ ഭർത്താവ് കിടന്നിരുന്ന ഹോസ്പിറ്റലിലെ റിപ്പോർട്ട് കാണിച്ചു കൊടുക്കും. ഇവർ ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിരുന്നു. ഭർത്താവിനോടൊപ്പം മകളും മരണപ്പെട്ടിരുന്നു എന്നാണ് അവിടുത്തെ റിപ്പോർട്ടിൽ പറയുന്നത്. അച്ഛൻ മാത്രമല്ല, അച്ഛനും മോളും ഒരുമിച്ച് മരണപ്പെട്ടിരുന്നു. രണ്ടുപേരും മരിച്ചതാ. മരിച്ച ആളെയാണ് ഹീറോയിൻ ഈ ഫ്ലൈറ്റിൽ തേടിക്കൊണ്ടിരുന്നത്. ഇത് കേട്ട ഹീറോയിൻ പറയും, ഇല്ല, എന്റെ ഭർത്താവ് മരിക്കുമ്പോൾ മോള് പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം എന്നെ ഭ്രാന്തിയാകാൻ നോക്കുക. എനിക്ക് ഭ്രാന്തില്ല, നിങ്ങൾക്കാണ് ഭ്രാന്ത്. നിങ്ങളെല്ലാവർക്കും എന്നെ പറ്റിക്കാൻ നോക്കണ്ട, ഞാൻ വിശ്വസിക്കില്ല. ഞാൻ അവളെയും കൂട്ടി ഈ ഫ്ലൈറ്റിനകത്ത് കയറിയതാ. അപ്പൊ പൈലറ്റ് പറയും, നിങ്ങളുടെ മകൾ ഒരിക്കലും ഈ ഫ്ലൈറ്റിനകത്ത് കയറിയിട്ടില്ല, അതെല്ലാം നിങ്ങൾക്ക് തോന്നിയതാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ ഫ്ലൈറ്റിന്റെ പൈലറ്റാണ്. ഇതിലെ യാത്രക്കാരുടെ സേഫ്റ്റിയാണ് എനിക്ക് മുഖ്യം. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ പോലീസുകാരന്റെ കൂടെ ചെന്ന് നിങ്ങളുടെ സീറ്റിലിരിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിലങ്ങ് വെക്കേണ്ടി വരും. ദയവേത് അനുസരിക്കൂ. എനിക്ക് മനസ്സിലാകും നിങ്ങൾ വലിയ വേദനയിലാണ്, പക്ഷെ അതുകൊണ്ട് മറ്റ് യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ദയവേത് പോയിരിക്കൂ, നിങ്ങൾക്ക് ഞാൻ സഹായം എത്തിച്ചോളാന്നും പറഞ്ഞ് ക്യാപ്റ്റൻ പോലീസുകാരനോട് ഹീറോയിനെ പിടിച്ചോണ്ട് പോകാൻ പറയുക. അപ്പൊ ഹീറോയിൻ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇവരെല്ലാം തട്ടി മാറ്റി ഫ്ലൈറ്റിന് പിറകിലേക്ക് ഓടാൻ ശ്രമിക്കും. ഇത് കണ്ട യാത്രക്കാരെല്ലാം പരിഭ്രാന്തരാവുക. ഈ പെണ്ണ് ഓടുന്ന കണ്ട് സ്റ്റാഫുമാർ അവളെ പിടിക്കൂ എന്ന് പറയുന്നുണ്ട്. ഉടനെ അറബി എഴുന്നേറ്റ് പെണ്ണിനെ പിടിച്ച് താഴത്തേക്ക് വലിച്ചൊരൊറ്റ അടി. അയാൾക്ക് കുറച്ച് ദേഷ്യമുണ്ടല്ലോ, ആ ദേഷ്യം കൂടെ തീർത്തു. അടി കൊണ്ട പെണ്ണ് ബോധം കെട്ടുപോകും. ബോധം വന്ന് അവൾ എഴുന്നേൽക്കുമ്പോൾ ഏതോ ഒരു സീറ്റിലിരുത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു തെറാപ്പിസ്റ്റും പിന്നെ ആ പോലീസുകാരനും ഉണ്ടാവും. ഈ തെറാപ്പിസ്റ്റ് ആ ഫ്ലൈറ്റിലെ യാത്രക്കാരിയായിരുന്നു. ഹീറോയിന് ഇങ്ങനെ മാനസിക കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റുകാരെ ഏർപ്പാടാക്കിയതാണ് ഈ തെറാപ്പിസ്റ്റിനെ. പോയിന്ന് സഹായിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരി ആ കാര്യങ്ങളെല്ലാം ഹീറോയിന്റെ അടുത്ത് പറഞ്ഞിട്ട്, എനിക്ക് മനസ്സിലാവും നിങ്ങൾ എത്ര വിഷമത്തിലാണെന്ന്. കുടുംബം മുഴുവൻ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടാൽ ആരും ഈ ഒരു അവസ്ഥയിലെത്തും. എന്നോട് ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾ സംസാരിച്ചാൽ മതി. ഞാൻ നിങ്ങളെ പ്രഷർ ചെയ്യുന്നില്ല. നിങ്ങളെ ഭർത്താവ് ദുഃഖിതനായിരുന്നു മരിക്കുന്നതിന് മുന്നേ. അങ്ങേർക്ക് കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഇത് കേട്ട് ഹീറോയിൻ കരഞ്ഞുകൊണ്ട് പറയാണ്, അങ്ങേരത്ര സന്തോഷവാനായിരുന്നില്ല, അതെനിക്കറിയാം. എന്നാൽ മനസ്സിലെ വിഷമങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മരിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചത് പോലുമില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിട്ടില്ലായിരുന്നു. അപ്പൊ തെറാപ്പിസ്റ്റ് ചോദിക്കും, ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ അങ്ങേരെ കണ്ടിരുന്നോന്ന്. ഹീറോയിൻ പറയാണ്, ഇന്നലെ വൈകിട്ട് ഞാൻ തെരുവിലൂടെ നടക്കുമ്പോൾ അങ്ങേരെന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഉള്ളതായിട്ട് ഞാൻ ഫീൽ ചെയ്തിരുന്നു. അപ്പൊ മോളും കൂടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, മോള് മുറിയിലായിരുന്നു, അവളെ ഞാൻ ഉറക്കിയിട്ടാണ് നടക്കാൻ ഇറങ്ങിയെന്ന് ഹീറോയിൻ പറയും. തിരിച്ചു ചെന്നപ്പോൾ അവള് ഹാപ്പി ആയിരുന്നു, അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഞാനാണ് ഉറക്കിയത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ആ തെറാപ്പിസ്റ്റ് പറയാണ്, ചില സമയത്ത് നമുക്ക് ഒരുപാട് വേദനയുണ്ടെങ്കിൽ, ആ സത്യം നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ സത്യത്തെ ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. മറ്റെന്തെങ്കിലുമാണ് വിശ്വസിക്കുക. നിങ്ങളെ ഭർത്താവ് മരിച്ചത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ കൂടെയുള്ളതുപോലെ നിങ്ങൾ ഫീൽ ചെയ്ത്. അതുപോലെ മകൾ മരിച്ചത് ഏറ്റെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവളുമായി ഈ പ്ലെയിനിൽ കയറി എന്ന് നിങ്ങൾ ഫീൽ ചെയ്തു. അതാണ് സത്യത്തെക്കാൾ നിങ്ങൾക്ക് ആശ്വാസകരമായത്. സത്യമല്ലേ? ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ കരഞ്ഞോണ്ട് പറയാണ്, അതെ, എനിക്കത് ഒരുപാട് ആശ്വാസകരമായിരുന്നു. അവളില്ലാതെ എനിക്ക് പറ്റില്ലായിരുന്നു. അത് കേട്ട തെറാപ്പിസ്റ്റ് പറയും, എന്നാൽ ഈ ആശ്വാസത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ പൂർണ്ണമായും നമ്മുടെ മാനസിക നില കൈവിട്ടു പോകും. സത്യം ഏറ്റെടുത്താൽ മാത്രമേ ആ വേദനയിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റുള്ളൂ, മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ സത്യം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് തെറാപ്പിസ്റ്റ് ഹീറോയിനെ സമാധാനിപ്പിക്കുക. ഹീറോയിൻ വിൻഡോ ഭാഗത്തേക്ക് തിരിഞ്ഞ് തന്റെ വിഷമം കടിച്ചു പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അപ്പോൾ അവളുടെ ശ്വാസം ഈ വിൻഡോയിൽ ചെന്ന് തട്ടുന്നുണ്ടാവും. ഈ ശ്വാസം തട്ടിയ ഭാഗത്ത് മോള് നേരത്തെ ഒരു ലവ് വരച്ചു വെച്ചിരുന്നില്ലേ, അത് തെളിഞ്ഞു കാണാം. താൻ കാണുന്നത് സത്യമാണോ എന്നത് വിശ്വസിക്കാൻ പറ്റാതെ ഹീറോയിൻ കൈവിരലുകൊണ്ട് ആ ലവ് ചിഹ്നത്തിലൂടെ ഒരു വര വരയ്ക്കുക. ആ സത്യമാണ്. ആ ചിഹ്നം അവിടെ ഉണ്ടായിരുന്നു, നേരത്തെ അത് മകൾ വരച്ചതാണ് എന്നത് സത്യമാണ്. അങ്ങനെയെങ്കിൽ ഈ ചുറ്റുമുള്ളവരെല്ലാം പറയുന്നത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. തന്റെ മോൾ ജീവനോടെയുണ്ട്, അവൾ ഈ ഫ്ലൈറ്റിൽ തന്റെ കൂടെ വന്നിരുന്നു. ഇനിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ഹീറോയിൻ ആ തെറാപ്പിസ്റ്റിനോട് പറയും, എനിക്കൊന്ന് ബാത്റൂമിലേക്ക് പോകണം, ദയവ് ചെയ്ത് എന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകൂ, എനിക്ക് ഒരുപാട് വിഷമം വരുന്നുണ്ട്, ഒറ്റയ്ക്കിരിക്കണമെന്ന്. അപ്പൊ ആ തെറാപ്പിസ്റ്റ് കുഴപ്പമില്ല കൊണ്ടുപോകാന്നും പറഞ്ഞ് പോലീസുകാരന്റെ അടുത്ത് ഇവളെ കൊണ്ടുപോയി വിടാൻ പറയും. പോലീസുകാരൻ കൊണ്ടുപോയി വിലം കഴിച്ച് ഹീറോയിനെ ബാത്റൂമിലേക്ക് കയറ്റുക. ബാത്റൂമിൽ കയറിയ ഉടനെ ഹീറോയിൻ അതിന് മുകളിലുള്ള ഡോറ് തുറന്ന് ഈ ഫ്ലൈറ്റിന്റെ മേൽവശത്ത്, അവിടെയാണ് ഈ ഇലക്ട്രിക് സർക്യൂട്ടുകളൊക്കെ ഉള്ളത്, അവിടെ ചെന്ന് ഏതൊക്കെയോ പ്ലഗുകൾ വലിച്ചൂരി മാറ്റി കുത്തും. അവൾക്കറിയാം ഏതൊക്കെ പ്ലഗ് എവിടേക്കാ കുത്തണ്ടേന്ന്. ഉടനെ ഓക്സിജൻ ഉള്ള മാസ്ക് എല്ലാ യാത്രക്കാരുടെ മുന്നിലേക്ക് വീഴുന്നു.
ഇവരെല്ലാം പേടിച്ചത് എടുത്തു വെക്കുകയാണ്. ഫ്ലൈറ്റിന് എന്തോ അപകടം ഉണ്ടാവുന്ന അവർ വിചാരിക്കും. ഹീറോയിനാണെങ്കിൽ ഫ്ലൈറ്റിനകത്ത് ലൈറ്റും ഓഫാക്കി കളയും. ഇങ്ങനെ എല്ലാവരും പരിഭ്രാന്തിയിലിരിക്കുന്ന സമയത്ത് ഇവള് വീണ്ടും ബാത്റൂമിലൂടെ തിരിച്ചിറങ്ങി വന്ന് പോലീസുകാരൻ കാണാതെ മറ്റൊരു ഭാഗത്തേക്ക് ഓടിപ്പോവാ. അപ്പോഴായിരിക്കും പൈലറ്റ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പോലീസിന്റെ അടുത്തേക്ക് ഓടി വന്ന് ഫ്ലൈറ്റിലെ പ്രഷർ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ആരോ കണക്ഷൻ മാറ്റി കൊടുത്തതാ, ആ പെണ്ണ് എവിടെയാണെന്ന് ചോദിക്കുക. ഈ പോലീസുകാരൻ ചെന്ന് ചെക്ക് ചെയ്യും. അപ്പോഴാണ് ഹീറോയിൻ രക്ഷപ്പെട്ട കാര്യം മനസ്സിലാക്കുക. ഈ സമയത്ത് ഹീറോയിൻ ചരക്ക് സാധനങ്ങൾ കയറ്റിയ സ്ഥലത്ത് ചെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ ഒന്നും മകളെ കാണുന്നില്ല. അപ്പോഴാണ് ഭർത്താവിന്റെ കാസ്കറ്റ് കാണുക. ഒരുപക്ഷെ അതിനകത്ത് ഈ മകളെ പൂട്ടി വെച്ചിട്ടുണ്ടാവോ? അതറിയാൻ വേണ്ടി ഇവൾ ആ കാസ്കറ്റ് തുറന്നു നോക്കും. ഭർത്താവിന്റെ ബോഡി മാത്രമേ ഉള്ളൂ. ആ ബോഡി കണ്ട് അവൾ കരഞ്ഞ് ഭർത്താവിനോട് പറയാണ്, എനിക്ക് പേടിയാവുന്നു ഹണി, മകളെ കാണുന്നില്ല, ആരും എന്നെ സഹായിക്കുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഉടനെ പുറകിന്നൊരു ശബ്ദം കേൾക്കാം, അനങ്ങിപ്പോകരുതെന്നും പറഞ്ഞ് ആ പോലീസുകാരൻ തോക്കുമായി വന്നിരിക്കുന്നു. അയാൾ ഹീറോയിന് വിലങ്ങി വെക്കും. താൻ യാത്രക്കാരെ ഉപദ്രവിച്ചതിന് തനിക്കെതിരെ കേസുണ്ടാവും, ലാൻഡ് ചെയ്ത ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയാണ്. ഹീറോയിൻ ഒന്നും മിണ്ടാതെ ആ പോലീസുകാരന്റെ കൂടെ പോകുന്നു. അപ്പോഴേക്കും ഫ്ലൈറ്റിലെ സ്ഥിതിയെല്ലാം പഴയ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ സമയത്ത് ഹീറോയിൻ പോലീസുകാരനോട് ചോദിക്കുകയാണ്, എന്റെ മകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ ബോഡി കൊണ്ട് മാത്രമാണ് ഞാൻ പോവുക, അവളുടെ കാസ്കറ്റ് കൂടെ ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ, അതെന്തുകൊണ്ട് വന്നിട്ടില്ല? ഇതിന്നെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? അത് കേട്ടിട്ട് പോലീസുകാരൻ പറയും, എനിക്കതൊന്നും അറിയണ്ട, താനിപ്പോൾ 400 പാസഞ്ചേഴ്സിനെ പേടിപ്പിച്ചു കഴിഞ്ഞു, ഇനിയും തന്നെ വിട്ടാൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും, എന്തായാലും ഇനി ലാൻഡ് ചെയ്തതിന് ശേഷം തീരുമാനിക്കാമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാ. ഈ സീറ്റിലേക്ക് കൊണ്ടുപോകുന്ന വഴി യാത്രക്കാരെല്ലാം പെണ്ണിനെ കണ്ട് കൈയടിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം കൊല്ലാൻ നോക്കിയ പ്രാന്തി അല്ലേടി നിന്നും പറഞ്ഞ് അവർ കളിയാക്കി കൈയടിക്കുകയാണ്. അവളെ പിടിച്ചതുകൊണ്ട് അവർക്ക് സമാധാനമായി. കൊണ്ടുപോയി ഇരുത്തിയതിനു ശേഷം ഹീറോയിൻ പോലീസുകാരനോട് പറയും, അവരെന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ പിന്നെ ആരും എന്റെ മകളെ പറ്റി അന്വേഷിക്കില്ല, അവൾ എന്നേക്കുമായി കാണാതെ പോവും, അതിനനുവദിക്കരുത്, ദയവ് ചെയ്ത് മനസാക്ഷിയുണ്ടെങ്കിൽ ഞാൻ യാചിക്കുകയാണ്, എനിക്ക് വേണ്ടി ഒന്നുകൂടെ ഈ പ്ലെയിൻ സെർച്ച് ചെയ്യാൻ അനുവാദം വാങ്ങിക്കണം, ദയവേത്. ഇത് കേട്ട പോലീസുകാരന് അനുകമ്പ തോന്നും. അയാൾ ആ എയർ ഹോസ്റ്റസിനെ വിളിച്ചു വരുത്തി, കുറച്ചു നേരം ഈ ലേഡിക്ക് കാവൽ നിൽക്കാമോ, എനിക്ക് പൈലറ്റുമായി സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ അവിടെ ഇരുത്തി ഇയാൾ നേരെ ബാറിന് പിറകിലുള്ള ഏവിയോണിക്സ് ഭാഗത്തേക്ക് വരാം. എന്നിട്ട് അവിടുത്തെ കർട്ടൻസ് എല്ലാം അടച്ചു വയ്ക്കും. ആരും കാണാതെ ഏവിയോണിക്സിലേക്ക് ഇയാൾ മാത്രം കയറിപ്പോകുന്നു. എന്തിനാണെന്നറിയില്ല. ഈ സമയത്ത് ഹീറോയിനോട് ആ എയർ ഹോസ്റ്റസ്, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് സുഖവിവരം ചോദിക്കുക. അപ്പൊ ഹീറോയിൻ, എന്റെ കാര്യം വിട്ടേക്കോ, നിങ്ങൾ ഫ്ലൈറ്റ് സെർച്ച് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഏത് ഭാഗമാണ് സെർച്ച് ചെയ്തതെന്ന് ചോദിക്കും. അപ്പൊ എയർ ഹോസ്റ്റസ് ചിരിച്ചിട്ട്, നിങ്ങളിങ്ങനെ ആലോചിച്ച് വിഷമിക്കാതെ, നിങ്ങളുടെ നഷ്ടത്തിന് ഞാൻ സോറി പറയുന്നു മാം, അതിൽ ഞങ്ങൾക്കും വിഷമമുണ്ടെന്നും പറഞ്ഞ് തിരിഞ്ഞിരിക്കും. ഈ സമയത്ത് ആ പോലീസുകാരൻ ഭർത്താവിന്റെ കാസ്കറ്റ് തുറന്ന് അതിനകത്തു നിന്നും 1-2 പെട്ടികൾ എടുക്കും. അതെല്ലാം ബോംബുകളാണ്. അതിനൊരു റിമോട്ടും ഉണ്ട്. ഈ റിമോട്ട് ഇയാൾ കയ്യിൽ വെച്ചിട്ട് എവിയോണിക്സിനകത്ത് ആരും കാണാത്ത ഭാഗത്തേക്ക് പോവാ. അവിടെയാണ് മോളെ കിടത്തിയിരിക്കുന്നത്. സോ മോള് ജീവനോടെ ഉണ്ട്. ഇവനാണ് കിഡ്നാപ്പ് ചെയ്ത് ഒളിച്ചു വെച്ചിരിക്കുന്നത്. ഈ മോളിരിക്കുന്ന ഭാഗത്ത് 2 ബോംബ് സെറ്റ് ചെയ്ത് അത് ഓണാക്കിയിട്ട് അതിന്റെ റിമോട്ട് എടുത്ത് ഇയാൾ തിരികെ വരും. എന്നിട്ട് പൈലറ്റിനോട് പറയാണ്, ഹീറോയിൻ ഈ ഫ്ലൈറ്റിൽ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അവൾക്ക് 50 മില്യൺ പണം കൊടുത്താൽ മാത്രമേ യാത്രക്കാരെ വെറുതെ വിടുള്ളൂ, അതൊരു പ്രത്യേക അക്കൗണ്ട് നമ്പറിലേക്ക് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഈ പ്ലെയിൻ കത്തിച്ചു കളയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് ആ കാര്യം പോലീസിനോട് പറഞ്ഞത്രേ. ഇങ്ങനെ പോലീസുകാരൻ പൈലറ്റിനോട് പറയാണ്. അപ്പൊ പൈലറ്റ്, ഞാൻ അവളോട് സംസാരിക്കാന്ന് പറയും. ഉടനെ ഇയാള്, അവളോട് സംസാരിക്കണ്ട, അതിനവൾക്ക് താല്പര്യമില്ല, ഫ്ലൈറ്റ് നിന്നതിന് ശേഷം എല്ലാവരെയും ഇറക്കി വിടണം അത്രേ, എന്നിട്ട് ഇവൾക്ക് പോകാൻ വേണ്ടി ഒരു G3 ഫ്ലൈറ്റ് വേണം, അതിനു മുന്നേ ആദ്യം ആ പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെന്നാണ് പെണ്ണ് പറയുന്നത്. ഭർത്താവിന്റെ കാസ്കറ്റിലായിരുന്നു അവള് ബോംബ് ഒളിച്ചു വെച്ച് കൊണ്ടുവന്ന്. മകളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ നാടകമാണ്. ഒരുപക്ഷെ ആ കുട്ടിയെയും അവൾ കൊന്നിട്ടുണ്ടാവാം, നമുക്കറിയില്ല. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പോലീസുകാരൻ, എനിക്കൊരു റെക്കമെൻഡേഷൻ ഉണ്ട്, അവൾ എന്തായാലും പാസഞ്ചേഴ്സിനെ ഇറങ്ങാൻ പറഞ്ഞില്ലേ, അപ്പൊ നമ്മൾ ആദ്യം പണം കൊടുത്ത് അവൾ പറയുന്നത് അനുസരിച്ചു എന്ന് കാണിക്കണം. എല്ലാവരും ഇറങ്ങിക്കഴിയുമ്പോൾ അവൾക്ക് ഫ്ലൈറ്റ് കൊടുക്കുന്നത് പോലെ കാണിച്ച് നമുക്ക് അവളെ പിടിക്കാം. ഇതാണ് ചെയ്യേണ്ടതെന്ന് പോലീസുകാരൻ പറയും. വേറെ മാർഗ്ഗമൊന്നുമില്ലാത്തതുകൊണ്ട് പൈലറ്റ് പുള്ളിക്കാരൻ പറഞ്ഞ് എന്നെ സമ്മതിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പോലീസുകാരൻ പുറത്തു വരുമ്പോൾ ഹീറോയിന്റെ കൂടെ ഉണ്ടായിരുന്ന എയർ ഹോസ്റ്റസ് അല്ലേ, അവരെ പോലീസുകാരനെ വിളിച്ച്, അവൾക്കെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു, ഞാൻ എവിടെയായിരുന്നു സെർച്ച് ചെയ്തത് എന്നൊക്കെ അവൾ ചോദിച്ചു. കുട്ടി എവിയോണിക്സിലാണെന്ന് അവൾക്ക് മനസ്സിലായി തോന്നുന്നു, ഞാനും ഈ പ്ലാനിലൊരു പാർട്ടാണെന്ന് അവൾ മനസ്സിലാക്കിയിട്ടുണ്ടാവോ, എനിക്ക് പേടിയാവുന്നു എന്ന് പറയും. ഇത് കേട്ട പോലീസുകാരൻ, അവൾ അങ്ങനെ പറഞ്ഞോ, കുട്ടി എവിയോണിക്സിലാണെന്ന് അവൾ പറഞ്ഞോ, ഇല്ലല്ലോ, അവൾക്കൊന്നും അറിയില്ല, അവൾ മിസ്സായി പോയ പാർട്ടുകളെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു കഥയുണ്ടാക്കി നോക്കുകയാണ്. പക്ഷെ ആ കഥ പൂർത്തിയാകും മുന്നേ നമ്മളെല്ലാം തീർത്തിട്ടുണ്ടാവും. ഭാഗ്യത്തിന് കുറച്ച് അറേബ്യൻസും ഈ ഫ്ലൈറ്റിലുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ആ പെണ്ണിനെയും മോളെയും ചേർത്ത് നമ്മൾ ഈ ഫ്ലൈറ്റ് കത്തിക്കും. പിന്നെ ആര് സംശയിക്കാനാ? നമ്മുടെ നേരെ ആരും തിരിയില്ല, നീ പേടിക്കണ്ട, മിണ്ടാതെ പോയി ഒന്നും അറിയാത്ത പോലെ നിന്നോന്നും പറഞ്ഞ് ഈ ലേഡിയെ സമാധാനിപ്പിക്കുക. അപ്പോഴായിരിക്കും മറ്റൊരു സ്റ്റാഫ് വന്നിട്ട് പൈലറ്റ് വിളിക്കുന്നുണ്ടെന്ന് പറയുക. പൈലറ്റ് ഫോണിൽ കൂടെ ഈ ഡോക്ടറോട് പറയും, പണം നിങ്ങൾ തന്ന അക്കൗണ്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞു,
ഇനി നമ്മൾ അടുത്തുള്ള എയർപോർട്ടിൽ തന്നെ ലാൻഡ് ചെയ്യാൻ പോവാ. ആ കാര്യം ഹൈജാക്കറോട് പറഞ്ഞോളൂ എന്ന് പറയും. ഈ ഡോക്ടർ ശരിയെന്നും പറഞ്ഞ് നേരെ ഹീറോയിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഹീറോയിനെ പൂട്ടിവെച്ച കഫ് അഴിച്ചിട്ട് നിങ്ങൾ ഉപദ്രവകാരിയല്ല എന്ന് പൈലറ്റ് മനസ്സിലാക്കി. അതുകൊണ്ട് ഞാനും പൈലറ്റും കൂടെ തീരുമാനിച്ച് ഫ്ലൈറ്റ് നേരത്തെ ഇറക്കാൻ പോവാണ്. യാത്രക്കാരെല്ലാം ഇറങ്ങിയതിനു ശേഷം 2 എയർപോർട്ട് സെക്യൂരിറ്റി സ്റ്റാഫും കൂടെ വന്ന് നിങ്ങളോടൊപ്പം ഈ ഫ്ലൈറ്റ് സെർച്ച് ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറയും. എന്നിട്ട് അവസാനം ഈ പ്രശ്നം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി, പിന്നെ സമാധാനത്തോടെ വീട്ടിൽ പോകാമല്ലോ, ഞാൻ അതാലോചിച്ചിട്ടിരിക്കാന്നും പറഞ്ഞ് ഹീറോയിന്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഫ്ലൈറ്റ് അടുത്തുള്ള എയർപോർട്ടിൽ തന്നെ വന്ന് ലാൻഡ് ആവുകയാണ്. ലാൻഡ് ആയ ഉടനെ പൈലറ്റ് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളത്. ഒരുപാട് പോലീസുകാരവിടെ അണിനിരന്ന് നിൽക്കുന്നുണ്ട്. പോരാത്തതിനൊരു ഹെലികോപ്റ്റർ ഉണ്ട്. ആദ്യമേ യാത്രക്കാരെല്ലാം ഇറങ്ങിപ്പോവാ. പോലീസുകാരൻ ഹീറോയിനോട് പറയും പേടിക്കണ്ട, എല്ലാവരും ഇറങ്ങിപ്പോയതിനു ശേഷം സെക്യൂരിറ്റി ആൾക്കാരകത്തേക്ക് വരുമെന്ന്. അങ്ങനെ എല്ലാവരും ഇറങ്ങിപ്പോകുന്നു. അവസാനമായിരിക്കുമല്ലോ പൈലറ്റ് ഇറങ്ങുക. പൈലറ്റ് ഇറങ്ങിപ്പോകാൻ നേരം ഹീറോയിൻ എനിക്ക് അങ്ങേരോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ അടുത്തേക്ക് ഓടിപ്പോവാ. ഈ പോലീസുകാരൻ പോകരുത്, അതിന്റെ ആവശ്യമില്ല, എല്ലാം സംസാരിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്നാലും ഹീറോയിൻ ഓടിച്ചെന്ന് പൈലറ്റിനോട് സംസാരിക്കും. സാർ, ഈ ഫ്ലൈറ്റിലുള്ള ഒരു സ്ഥലവും വെറുതെ വിടരുത്. എംറ്റി ക്യാൻസ്, ട്രാഷ് ക്യാൻ എല്ലാം ചെക്ക് ചെയ്യണം, എന്നാലേ നടന്ന എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അത് കേൾക്കുമ്പോൾ പൈലറ്റ് പറയും നിങ്ങൾ പറയുന്നത് അനുസരിക്കുക എന്നത് മാത്രമല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷനും ഇല്ലല്ലോ എന്ന്. ഇയാൾ എന്തിനാ ഇങ്ങനെ പറയണമെന്ന് ഹീറോയിന് മനസ്സിലാവില്ല. പുള്ളിക്കാരൻ മുഖം തിരിച്ചുകൊണ്ട് നടന്നു പോകുന്നു. അപ്പൊ ഈ പോലീസുകാരൻ പറയേണ്ടത് പറഞ്ഞില്ലേ, ഇനി തിരിച്ചു വരൂ, നമുക്കിവിടെ ഇരിക്കാന്ന് പറയും. കാരണം ഹീറോയിൻ അവരുടെ മുന്നിൽ ചെന്ന് വാ തുറന്നാൽ ഇവന്റെ കള്ളി വെളിച്ചത്താവില്ലേ. അതുകൊണ്ട് അവന് പേടിയാ. എന്നാൽ ഹീറോയിന് എന്തോ കുഴപ്പം നടക്കുന്നുണ്ട്. അതോടൊപ്പം പൈലറ്റിന് 2 ചീത്ത പറയണമെന്നുണ്ട്. ഇവള് പുറകെ ഓടിച്ചെന്ന് ക്യാപ്റ്റൻ, ഞാൻ ഇവിടുത്തെ നിയമങ്ങൾ തെറ്റിച്ചു, ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കി, അത് ശരിയാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഞാനിവിടെ എന്റെ മകളുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്ത്. ഇപ്പൊ എന്റെ മകളെ തിരിച്ചു കിട്ടുമല്ലോ, അപ്പൊ നിങ്ങൾക്കെല്ലാം മനസ്സിലാകും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. എന്റെ മകളോട് നിങ്ങൾ മാപ്പ് പറയേണ്ടി വരും. ഇത് കേൾക്കുമ്പോൾ പൈലറ്റ് തിരിഞ്ഞ് മതി നിർത്ത്, ഇനിയും എന്തിനാണ് ഈ നാടകം കളിക്കുന്നത്? ഞങ്ങൾക്കെല്ലാം അറിയാം, നീ ചോദിച്ച പണം ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. നീ രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ട G3 ഫ്ലൈറ്റും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനിയും നാടകത്തിന്റെ ആവശ്യമില്ല, ഈ ജനങ്ങളെ വെറുതെ വിട്ടേക്ക്. ഇത് കേൾക്കുമ്പോൾ വീണ്ടും ഹീറോയിന് മനസ്സിലാകുന്നില്ല പുള്ളി എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പോഴായിരിക്കും നമ്മുടെ പോലീസുകാരൻ സംഗതി കൈവിട്ടു പോകാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ ഹീറോയിനോട് പറയാണ് നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളൂ, ആവശ്യപ്പെട്ടതുപോലെ ഏജൻസുമായി ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് മെല്ലെ ഫ്ലൈറ്റിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുക. ഇയാൾ ഇറങ്ങി പോകുന്നത് വരെ ഹീറോയിന് പിടുത്തം കിട്ടില്ല എന്താ സംഭവിക്കണമെന്ന്. പക്ഷെ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി വായിക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി ഇവൻ തന്നെയാണ് കള്ളപ്പുള്ളി. ഇവള് പുറത്തേക്ക് വന്ന് ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് പോലീസുകാർ അവിടെ കാവൽ നിൽപ്പുണ്ട്. അവരെല്ലാം ഇവളെ കണ്ട് പേടിക്കുന്നുണ്ട്. സോ ഈ പോലീസുകാരൻ സെറ്റ് ചെയ്ത ട്രാപ്പാണിതെന്ന് ഇവക്ക് മനസ്സിലായി. അവൾ ഉടനെ അയാളുടെ പേര് വിളിക്കുകയാണ്, കാഴ്സൺ, ഈ ഫ്ലൈറ്റിൽ നിന്ന് ആരിറങ്ങി പോകണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, തിരിച്ചകത്തേക്ക് കയറി വരൂ, ഇവിടെ കൺട്രോൾ ഞാനല്ലേ. ഇങ്ങനെ പറഞ്ഞപ്പം ആ പോലീസുകാരന് പിടുത്തം കിട്ടി ഹീറോയിൻ എല്ലാം മനസ്സിലാക്കിയെന്ന്. കാരണം ഇപ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയാൽ അയാൾ പിടിക്കപ്പെടും. അതുകൊണ്ട് മനുഷ്യൻ മെല്ലെ പിറകിലേക്ക് നടന്നു വരികയാണ്. അവന്റെ പോക്കറ്റിൽ എന്തോ ഉണ്ടെന്ന് ഹീറോയിന് മനസ്സിലായി. ട്രിഗർ അവന്റെ പോക്കറ്റിലാണ്. ഇവൻ മെല്ലെ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് സോ നിനക്കെല്ലാം മനസ്സിലായി, ഇനി നിനക്ക് എന്നോടൊപ്പം ഒരു പ്ലേ നടത്തണം, എന്താണ് നിനക്ക് വേണ്ടത്? ഹീറോയിൻ പറയും എനിക്ക് എൻ്റെ മകളെയാണ് വേണ്ടത്, മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. അപ്പൊ വില്ലൻ പറയും ഫ്ലൈറ്റിലുള്ള എല്ലാവരെയും ഇറക്കുക, എന്നിട്ട് നമുക്ക് പരസ്പരം സംസാരിക്കാം. അതല്ലെങ്കിൽ അകത്ത് ചെന്ന് ഞാനാണ് ഹൈജാക്കർ എന്ന് പറഞ്ഞു നോക്ക്, ആരും വിശ്വസിക്കാൻ പോകുന്നില്ല, നിനക്ക് വേറെ രക്ഷയുമില്ല. അതുകൊണ്ട് എല്ലാവരെയും ഇറക്കിവിട്, നമുക്ക് സംസാരിക്കാമെന്ന് പറയും. ഹീറോയിൻ ആ ഡീലിന് സമ്മതിക്കുകയാണ്. അവൾ അവനെ ഒറ്റയ്ക്ക് നേരിടാൻ തീരുമാനിക്കും. അങ്ങനെ എല്ലാവരും ഇറങ്ങിപ്പോകുന്നു. അവസാനം പൈലറ്റ് ഇറങ്ങിപ്പോകാൻ നിൽക്കുമ്പോൾ ഈ പോലീസുകാരന്റെ തോക്ക് പൈലറ്റിന്റെ കയ്യിലേക്ക് കൈമാറാൻ അവൾ പറയും. അങ്ങനെ പോലീസുകാരന്റെ കയ്യിൽ ഇപ്പൊ തോക്കുമില്ല. എല്ലാവരും ഇറങ്ങിയതിനു ശേഷം ഇവൻ ഡോർ അടയ്ക്കുക. ഡോർ അടച്ച് തിരിയുമ്പോഴേക്കും ഇതാണടാ എന്റെ സംസാരം എന്നും പറഞ്ഞ് ഇവൾ ആ ഫയറിന്റെ കുറ്റിയും കൊണ്ട് വില്ലന്റെ മണ്ടയ്ക്ക് ഒരു കുത്തു കൊടുക്കും. അവൻ ബോധം കെട്ട് നിലത്തേക്ക് വീഴുന്നു. ആ സമയം നോക്കി അവന്റെ ഹാൻഡ് കഫിനെ എടുത്ത് ഇവൾ അവനെ ബന്ധിക്കുകയാണ്. അത് കഴിഞ്ഞ് പുള്ളിക്കാരന്റെ കയ്യിലുള്ള ആ ട്രിഗർ റിമോട്ട് ഇവള് കയ്യിലെടുക്കും. എന്നിട്ട് മോൾ എവിടെയാണെന്ന് ചോദിക്കുക. അവൻ ഉത്തരം പറയുന്നില്ല. ആ സമയത്തായിരിക്കും മറ്റേ എയർ ഹോസ്റ്റസ് അവളൊരു ടോർച്ച് ലൈറ്റുമായി ഇവൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. ഹീറോയിന്റെ ശ്രദ്ധ മാറുമ്പോൾ പോലീസുകാരൻ അയാൾ ഒളിച്ചു വെച്ചിരുന്ന തോക്ക് കയ്യിലെടുക്കും. ഉടനെ ഇവള് ദൂരത്തേക്ക് ഓടി മറിയാണ് ഹീറോയിൻ. ആ നേരം നോക്കി പോലീസുകാരൻ തന്റെ വിലങ്ങും പൊട്ടിച്ച് ഹീറോയിന് പുറകിൽ ഓടി വരുന്നു. ഇവള് നേരെ കോക്പിറ്റിനകത്ത് കയറും. എന്നിട്ട് ഡോർ ലോക്ക് ചെയ്യും. അതങ്ങനെ ആർക്കും തുറക്കാൻ പറ്റില്ല. ഇവൻ അവിടുന്ന് നീ പുറത്തിറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ ഈ ഫ്ലൈറ്റ് കത്തിക്കും, നീയാണ് ചെയ്തതെന്നേ ആരും വിശ്വസിക്കുകയുള്ളൂ, ഒപ്പം നീയും മരിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്, പുറത്തേക്ക് ഇറങ്ങി വാ.
ഇതിനെല്ലാം ഒരു കാരണമുണ്ട്. ഇത് കേട്ട ഹീറോയും പറയുകയാണ്, അപ്പൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതല്ല, നിങ്ങളങ്ങേരെ കൊന്നതാണ്, എല്ലാം നിങ്ങളുടെ പ്ലാൻ ആയിരുന്നു. അത് കേട്ട വില്ലൻ പറയും, നീ പേഴ്സണലായിട്ട് എടുക്കണ്ട, ഞങ്ങൾക്കൊരു ശവപ്പെട്ടി വേണമായിരുന്നു. ഈ ശവപ്പെട്ടി കൊണ്ടുപോകുന്ന ആൾ വിമാനങ്ങളെക്കുറിച്ച് അറിയുന്ന ആളായിരിക്കണം. അതുകൊണ്ടാണ് നിന്റെ പ്രൊഫൈൽ ചൂസ് ചെയ്ത്. എല്ലാം ഭംഗിയായി ഇത്രയും കഴിഞ്ഞില്ലേ, ഇനി വേണമെങ്കിൽ ഒരു പങ്ക് നിനക്കും തരാം, ദയവേത് കഥക് തുറക്കെന്നും പറഞ്ഞ് ഇവൻ പുറത്ത് വെയിറ്റ് ചെയ്യുക. അവന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഇവൾ 1-2 ഫയലെടുത്ത് സീലിംഗ് വഴിയിലേക്ക് വലിച്ചെറിയും. അപ്പൊ ഈ വില്ലൻ വിചാരിക്കും അവൾ സീലിംഗിലൂടെ നടന്നു പോവാണെന്ന്. ഇവനപ്പോൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ പോവാ. ഇവൻ ഇറങ്ങിപ്പോയിന്ന് മനസ്സിലാക്കി ഹീറോയിൻ കോക്ക് പിറ്റിന്ന് പുറത്തേക്ക് ഇറങ്ങി വരിക. അപ്പണ്ട് മറ്റേ എയർ ഹോസ്റ്റസ് അവൾ കയ്യിലൊരു ടോർച്ച് ലൈറ്റുമായിട്ട് നിൽപ്പുണ്ട്. ഉടനെ ഹീറോയിൻ, അയാൾക്ക് എന്റെ മകളെ കൊല്ലാൻ പറ്റും, അവൻ എന്തിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയതാ, പക്ഷെ നീ അങ്ങനെയാണോ, നീ ഒരു പെണ്ണല്ലേ, ഒരു കൊച്ചുകുട്ടിയെ നിനക്ക് ഉപദ്രവിക്കാൻ പറ്റുമോ, അതാണോ നീ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവളെ മനിപ്പുലേറ്റ് ചെയ്ത് അവളുടെ അടുത്തേക്ക് വന്ന് ഒരൊറ്റയിടിയാ മോന്തയ്ക്ക്. അതെനിക്കിഷ്ടപ്പെട്ടു. അപ്പോഴേക്കും വില്ലന് മനസ്സിലായി പെണ്ണ് തന്നെ പറ്റിച്ച് മറ്റൊരു വഴിയെ പോയെന്ന്. അവൻ ഓടി വരിക. ഹീറോയിൻ എന്തായാലും അവിയോണിക്സിലേക്കേ പോകുള്ളൂ എന്ന് അവൻ അറിയാം. അവൻ അങ്ങോട്ട് ഓടി വരുന്നു. ഈ സമയത്ത് മറ്റേ എയർ ഹോസ്റ്റസ് ഇല്ലേ, അവളുള്ള ജീവനം കൊണ്ട് ഫ്ലൈറ്റിന്റെ ഡോറും തുറന്ന് ഇറങ്ങി ഓടുകയാണ് ദൂരത്തേക്ക്. ഇനി അവളെ പോലീസുകാർ പിടിച്ചാൽ കള്ളിയെല്ലാം വെളിച്ചത്താവും. ഇവൻ ആകെ മൊത്തം പ്രാന്താവുക. അവൻ എങ്ങനെയെങ്കിലും ഹീറോയിനെ കൊല്ലണമെന്നുണ്ട്. കയ്യിൽ തോക്കും പിടിച്ച് അവൻ ഓടി വരും. ഈ സമയത്ത് ഹീറോയിൻ അവളെ മോളെ കണ്ടുപിടിക്കും. കൊച്ചിനെയും പൊക്കിയെടുത്ത് ഇവള് മറ്റൊരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ്. അവിടെ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ വില്ലൻ അതേ അവിയോണിക്സിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇവൾ അന്വേഷിച്ച്. ഇവൻ ഇറങ്ങി വന്ന് കൊച്ചിനെ കിടത്തിയ സ്ഥലം പരിശോധിക്കുമ്പോൾ കൊച്ചിനെ കാണുന്നില്ല. ആ നേരത്ത് ഒളിച്ചിരുന്ന ഹീറോയിൻ ആ അവിയോണിക്സ് നിന്ന് പുറത്തേക്ക് വന്ന് ആ ഡോർ ലോക്ക് ചെയ്യാൻ പോവാ. അവളുടെ കയ്യിൽ റിമോട്ടും ഉണ്ട്. ഇത് കണ്ട വില്ലൻ ചോദിക്കും, നീ എന്ത് ചെയ്യാൻ പോവാടി മണ്ടി, ഈ ഫ്ലൈറ്റ് കത്തിക്കാൻ പോവാണോന്ന്. അതിന് അവള് പറയാണ്, മുഴുവൻ ഞാൻ കത്തിക്കില്ലടാ, നിന്നെ മാത്രം കത്തിക്കുമെന്ന്. ഇതും പറഞ്ഞ് പെണ്ണ് ഡോർ അടച്ച് ഒരൊറ്റ ഞെക്കാണ് റിമോട്ട്. ഉടനെ പൊട്ടിച്ചെതറുന്നു വില്ലനോ അവന്റെ മോന്തയും. ഫ്ലൈറ്റിന്റെ മുൻവശം കത്തിക്കരിഞ്ഞുപോയി. ഇത് കണ്ട് നമ്മുടെ പൈലറ്റും അവിടെ കൂടി നിന്ന ആൾക്കാരും പേടിക്കുന്നുണ്ട്. ആ പെണ്ണ് ആ ഫ്ലൈറ്റ് കത്തിച്ചു എന്നാണ് എല്ലാവരും പറയുക. എന്നാൽ ആ സമയത്ത് കരിഞ്ഞ പുകയുടെ ഉള്ളിൽ കൂടി നായിക കയ്യിൽ പൊതിഞ്ഞ എന്തോ ഒരു വസ്തുവുമായി മുന്നോട്ട് നടന്നു വരുന്നു. എല്ലാവരും ചോദിക്കും, എന്താത് ആ പെണ്ണിന്റെ കയ്യിൽ എന്താണത്? അപ്പോൾ ഒരു എയർ ഹോസ്റ്റസ് പറയാണ്, അത് അവളുടെ മകളാണെന്ന്. സോ ഹീറോയിൻ ഇത്രയും നേരം പറഞ്ഞതും കരഞ്ഞതും സത്യമാണെന്ന് അപ്പോഴാണ് പൈലറ്റിനും സഹപാഠികൾക്കും മനസ്സിലാവുന്നു. അവരെല്ലാം അതിശയിച്ച് നോക്കി നിൽക്കെ പെണ്ണ് കുഞ്ഞുമായി പോലീസുകാരുടെ മുന്നിലേക്ക് നടക്കും. സോ പോലീസുകാർക്ക് മനസ്സിലായി പെണ്ണ് നിരപരാധിയാണെന്ന്. അവരങ്ങനെ അവളെ സേവ് ചെയ്ത് എയർപോർട്ടിനകത്തേക്ക് കൊണ്ടുപോവുക. അത് കഴിഞ്ഞ് പൈലറ്റ് ചെന്ന് ഹീറോയിനോട് മാപ്പ് പറയും. ഹീറോയിൻ കുഴപ്പമില്ല പോട്ടെ, നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ലേ എന്നും പറഞ്ഞ് അയാളെ സമാധാനിപ്പിക്കുന്നു. അപ്പോഴാണ് ആ പോലീസുകാർ എയർ ഹോസ്റ്റസിനെ പിടിച്ചോണ്ട് പോകുന്ന കാണുന്നു. സോ എല്ലാ കള്ളിയും ഇപ്പൊ വെളിച്ചത്തായി. അത് കഴിഞ്ഞൊരു FBI കാരൻ വന്ന് ഹീറോയിനോട് പറയും, ആശുപത്രിയിൽ നിന്ന് മകളും മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഒരാൾ റിപ്പോർട്ട് കൊടുത്തില്ലേ ഫ്ലൈറ്റിലേക്ക്, അയാളും ഈ ക്രൈമിൽ ഉൾപ്പെട്ട ആളാത്രേ. പുള്ളിയാണ് പെട്ടിക്കകത്ത് ബോംബ് വെച്ചത്. അയാളെയും പോലീസുകാർ പിടിച്ചു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിട്ടുണ്ട്. ഇപ്പൊ ഹീറോയിൻ കുഞ്ഞിനെയും കൊണ്ട് നടന്നു പോകുമ്പോൾ ആ തെറാപ്പിസ്റ്റും ബാക്കിയുള്ള യാത്രക്കാർ അവിഞ്ഞ അവസ്ഥയിൽ തലയും താഴ്ത്തിയിരിക്കുക. എന്തൊക്കെയായിരുന്നു ഇവറ്റകൾ പറഞ്ഞ് നമ്മുടെ പെണ്ണിനെ കുറ്റപ്പെടുത്തിയത്. അതിൽ ഉപദേശം വേറെ. എല്ലാം കഴിഞ്ഞ് കൊച്ചിനെ വണ്ടി കയറ്റുമ്പോൾ കുഞ്ഞ് ബോധം വന്ന്, അമ്മേ നമ്മൾ സ്ഥലത്ത് എത്തിയോ എന്ന് ചോദിക്കും. അമ്മ ഓൾമോസ്റ്റ് എത്തി മോളെ, നമ്മളിപ്പോൾ ലാൻഡ് ചെയ്തു എന്ന് പറയാണ്. ആ നേരം ആ അറബിക്ക് മനുഷ്യൻ വന്ന് ഹീറോയിന്റെ ബാഗ് എടുത്തു കൊടുക്കും. എന്നിട്ട് സോറി എന്ന് പറയുന്നു. തെറ്റിദ്ധാരണയാണ് പരസ്പരം, അതുകൊണ്ട് ക്ഷമിക്കാം. എന്തായാലും എല്ലാം സമാധാനമായിട്ട് കഴിഞ്ഞല്ലോ, അത്രയും മതി. അവിടെ വെച്ച് ഫ്ലൈറ്റ് പ്ലാൻ എന്ന ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാ തായേ അമ്മാ.